ക്യാമറ എടുക്കാന്ന് വെച്ച് ഇവിടല്ലേ ഞാൻ ഇൻട്രോ എന്ന് പറഞ്ഞിട്ടെ നമ്മുടെ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട് ആക്ച്വലി ഇവിടെ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അപ്പം മൊത്തമായി ക്യാമറയും കൊണ്ട് പോകും, പിന്നെ എല്ലാം കൊളാവും. അപ്പൊ കുറേ ദിവസം എടുത്തിട്ട് പിന്നെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊരു വിഷയം. തണുപ്പായതുകൊണ്ട് ഒന്നും ചെയ്യാൻ തോന്നില്ല. അപ്പൊ ഇന്നൊരു സൺഡേ ഈവനിങ് ആണ്. സൺഡേ ഈവനിങ്ങില് ചെറിയ കുറച്ച് കാര്യങ്ങള്. മൊത്തമായി കുഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഉറക്കത്തിന് കയറുന്ന ഇതുവരെ ഉറങ്ങിയിട്ടില്ല. നീ അവിടെ പരിപാടി 7 മണിയാകുമ്പോൾ ഉറങ്ങാൻ കയറും, രാത്രിയിൽ എന്നെ അച്ഛനെ ഉറക്കില്ല. ഇതാണ് പണി. എന്തോ ഒരു പകരം വീട്ടൽ പോലെ ചെയ്ത് തീർക്കുക. ക്യാമറ കൊണ്ടുവരുന്നു, ദൂരെ പോ, അടുത്ത് വരാം. യേശുവിന്റെ പൈതൽ ദൂരെ പോ. ചേച്ചി അവിടെ ചുരുണ്ടുകൂടി പൊരുന്നിരിക്കുന്ന പോലെ. തണുപ്പിന്റെ എത്ര തണുപ്പ് വന്നില്ല സ്വെറ്റർ ഇടത്തില്ല, അത് ഞങ്ങൾക്ക് വാശിയാ. തണുപ്പ് എത്ര കൂടി ഇരുന്നേണ്ടിരണം, തണുത്ത് കുറച്ച്, എന്നാലും സ്വെറ്റർ ഇടൂല. മാത്രം പൊതിച്ച് ഉച്ച കഴിഞ്ഞ് പിള്ളേർ ഉറങ്ങുമെന്ന് വിചാരിച്ചു ഒന്ന് കിടക്കാന്ന് വെച്ചു. പിള്ളേർ രണ്ടും ഉറങ്ങുന്നില്ല. എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു വ്ലോഗ് എടുക്കാം, ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. ചേച്ചിയുടെ നല്ല അടിപൊളി കിടിലും കേക്ക് വരും പിറകെ. അപ്പൊ അതൊക്കെ ഞാൻ ഇനിയും ഡെയിലി വീഡിയോസ് ഇടാം, കുറച്ച് വെച്ചിട്ട്. ഇപ്പം നമുക്കൊരു ഈവനിങ് വ്ലോഗ് പോലെ ചെയ്യാം. വിടുമ്പത്തായി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ക്യാമറ എടുക്കാൻ പറ്റൂല, അപ്പൊ കൊണ്ടുപോകും. ഹലോ പറ. ഹലോ മത്തായി പറ. How are you, ചേച്ചി? How are you? Hi, Matayu. Hi. Hi. What are you doing? I'm singing my. Hi. Hi. I go to help. What are you going to do? I'm going to TV. Hello. Say. Where are you going? I am going Tata baby. Say, come. Give me camera. No. Light go. You watch. Yeah. എടാ പപ്പയ്ക്ക് അത് കട്ടി എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാട് വരുന്നുള്ളല്ലോ അവിടെ. അപ്പോ ഇപ്പൊ ഇവിടെ ഒരു ഡാൻസ് പ്രാക്ടീസ് നടക്കാൻ പോണേ. അത് മറ്റാരുടെ അല്ല, നമ്മുടെ മാത്തൂട്ടന്റെ സ്കൂളില് കോമ്പറ്റീഷൻ ഉണ്ട്. മീൻസ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോ ഹിന്ദി പാട്ടിനൊന്നും ഡാൻസ് ചെയ്യൂല, അയാൾക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് അയാൾ തന്നെ സെലക്ട് ചെയ്തെടുത്ത പാട്ടിന് അയാൾ തന്നെ ഡാൻസ് ചെയ്യും. ഇപ്പം നമ്മുടെ കൊച്ചുവാവ ഉറങ്ങി. സമയം കൊണ്ട് ഞാനിപ്പം ഒരു 4 മണി പലഹാരം ഈവനിങ് സ്നാക്സ് പോലെ 4 മണിക്ക് കഴിക്കണമെന്ന് ഉദ്ദേശിച്ചു. ഇപ്പം സമയം 5 സാറില്ല, പോട്ടെ. സുഗിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അത് പാനിയാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ഇവിടെ ഞാൻ പാനിയാക്കുന്നത് എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സുഗിയൻ. വേറെ ഒരാളവിടെ ഡാൻസ് ചെയ്തിട്ട് തളർന്നു കിടപ്പുണ്ട്. ഡാൻസ് കുറേ പ്രാക്ടീസ് ചെയ്ത് ദേഷ്യം വന്നിട്ട് തന്നെ ഇവിടെ കിടപ്പുണ്ട്. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം മുന്നോട്ട് പോയി. അപ്പോൾ കൊച്ചു ബേബി ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല, നടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇതിലേക്ക് ഒരു സ്മോൾ കടി സുഗിയൻ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒത്തിരി നല്ല സുഗിയൻ ഉണ്ടാക്കിയിട്ട് പിന്നെ സുഗിയൻ ഉണ്ടാക്കി അതും കോഫിയും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ. പൊറിക്കാനുള്ള ഐറ്റം തപ്പി ഇറങ്ങി. ഇപ്പം എൻ്റെ സുഗിയൻ ഉണ്ടാക്കാനുള്ള പയർ നല്ല വെന്തു. ഇത് എനിക്ക് കറക്റ്റ് കിട്ടി കേട്ടോ, ഒരു തുള്ളി വെള്ളമില്ലാതെ കറക്റ്റ് കിട്ടി. നമുക്ക് വെള്ളം കിടന്നാൽ ഇത് ഉരുള പിടിക്കാൻ കുറച്ച് പാടാണ്, ഉരുട്ടിയെടുക്കാൻ പാടാണ്. അപ്പം നമുക്കിങ്ങനെ
നല്ല ഡ്രൈ ആയാലും നല്ല വെന്തിരിക്കണം, വെന്ത് ഇങ്ങനെ വെള്ളം പറ്റി നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശർക്കര ഉരുക്കിയത് ഇവിടെ, ഇനി ഇത് കുറച്ച് തേങ്ങാപ്പീര, ജീരകം, ഏലക്ക എല്ലാം കൂടെ റെഡിയാക്കി വെച്ചേക്കുന്നു. സാധാരണ ഈ ശർക്കര ഇങ്ങനെ വിളയിച്ച് അതിനകത്ത് തേങ്ങ, ജീരകം ഇതൊക്കെ ഇട്ട് എടുക്കുന്നത് എനിക്കിപ്പോൾ അതിനൊന്നും നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ എളുപ്പമാർഗ്ഗം സ്വീകരിക്കുക. ഇപ്പം ഇച്ചിരി കൂടുതലൊന്നും ഇത്ര വേണ്ട, കുറച്ച് മാറ്റട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പാസ്തയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അവിടെ പാസ്തകൾ ഉണ്ടാക്കട്ടെ. അപ്പോൾ തേങ്ങയും ശർക്കരയും ഏലക്കയും ജീരകവും എല്ലാം കൂടെ ചേർത്ത് കുഴച്ചൊരു പരുവാക്കി എടുത്തേക്കുന്ന നമ്മുടെ സുജിൻ്റെ പയറിവിടെ റെഡി. ഇങ്ങനെ ഒരു കുഴഞ്ഞിരിക്കണം, എന്നാലും ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇവിടെ മൂത്തൂട്ടൻ്റെ പാസ്ത റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊന്നുമില്ല പണി, ഇനി എളുപ്പം. മൂത്തൂട്ടൻ്റെ പാസ്ത റെഡി. പിന്നെ നമ്മുടെ സുഗിയൻ പയർ മുക്കാൻ വേണ്ടിയിട്ട് മൈദ, ഉപ്പും ലേശം മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് എങ്ങനെയൊന്ന് കുഴച്ചിടും. ഒത്തിരി ലൂസാക്കില്ല, ലൂസാക്കിയാൽ പുറത്തേക്ക് ഇത് വിട്ടുപോകും. ഇച്ചിരി കട്ടിക്ക് എടുത്തു. പിന്നെ ഉണ്ടാക്കാനുള്ള പയർ, സുഗിയൻ്റെ പയർ, മോദകമൊന്നും പറയും ഇതിനെ കേട്ടോ, ചിലയിടത്തൊക്കെ മോദകം പറയും. അപ്പോൾ അതിനെ ഉരുട്ടി ഇല്ല കുറച്ച് ഈ ഒരു ബാച്ച് കഴിഞ്ഞിട്ട് അത് മൂക്കുമ്പോഴേക്ക് അടുത്തായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇങ്ങനെ ഉരുട്ടി വെച്ചു, മാവ് റെഡിയാക്കി വെച്ചു. എണ്ണ ചൂടൊക്കെ നമുക്ക് ടൈം ഉണ്ട്, ഇത് മാതുടുമ്പി കഴിക്കാൻ കൊടുക്കാം. എന്നാ മോനെ ഇവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, ബെഡിലിരിക്കും മോനെ. ഇവിടെ അങ്ങ് ഇടല്ലേ, ബാക്കിൽ പില്ല വെക്കല്ലേ, ഭിത്തിയിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാനൊരു ബോൾ എടുത്തു, ഇട്ട് മുക്കി എണ്ണയിലോട്ടിടാം. ഈ കുറച്ചൊക്കെ ലടി കരിഞ്ഞു പോവും. വീണ്ടും അടുത്ത ബോൾ ഇട്ടു, അങ്ങനെ ഓരോന്നിടാം. അപ്പം ഒരു വശം മുരിഞ്ഞപ്പം ഞാൻ തിരിച്ചിട്ടു. ക്യാമറ കയ്യിൽ വെച്ചോണ്ടേ തിരിച്ചിട്ട എണ്ണ ദേഹത്ത് നിന്ന് പണി കിട്ടും. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യ, റിസ്ക് എടുത്ത് പിന്നെ റിസ്ക് നിന്നിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല, തിരിച്ചിട്ട ശേഷം കാണിക്കാമെന്ന് വെച്ചപ്പോൾ ഒരു സൈഡ് മുത്തു, അടുത്ത സൈഡ് മുക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓർഡർ വന്നു, മാത്തുട്ടൻ കോഫി ആണോ, പിന്നെ കോഫി ഉണ്ടാക്കാം. അപ്പം നമ്മളെ 1 ട്രിപ്പ് സുഗിയനെല്ലാം കോരിയെടുത്തു. ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടി പിടിച്ചിട്ടില്ല, പൊട്ടിപ്പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ടേസ്റ്റ് ഉണ്ടോയെന്ന് അച്ചാച്ചൻ നോക്കിയിട്ട് പറയും. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അടുത്തിവിടെ ഇട്ടു. ഓക്കെ, അത് ഞാൻ എടുത്തിട്ട് വരാം, കോഫി ഉണ്ടാക്കുക.